പ്രമീളേച്ചി എടുക്കുകയാണേ. എടുത്തോ എടുത്തോ, സമയമായി. എടുത്തോ. തല തെക്കോട്ട് പിടിച്ച് പറഞ്ഞേ. അങ്ങോട്ട് പോയിട്ട് തല ഇങ്ങോട്ട് തെക്കോട്ട് ആ ചേർത്ത് പിടിച്ചോ. ഇനിയോട്ട് കാലം പിടി, ഇവിടെ തന്നെ കിടത്താടി. ആ പട്ടിടുമ്പോ തല പോകണ്ട. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ആരും കാണാനില്ലേ? ഉണ്ടെങ്കിൽ വരി ഒന്ന് കാണ്. അകത്തെ പെണ്ണുങ്ങൾ ആരുമില്ലേ? അണ്ണാ അവങ്ങളെ ചന്ദനമുട്ടി വാക്കിരിയിടാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ചന്ദ്ര ചന്ദ്ര ഇങ്ങോട്ട് വന്നാണ്. ഒരു കാര്യമുണ്ട്. ഇത് അടുക്കി തീരണ്ടേ? വാ, ഒരു കാര്യമുണ്ട് പറയട്ടെ. എന്താടേ ഒന്ന് മതിയാക്കി ശങ്കുവാമ. ഇതൊക്കെയാണ് അണ്ണാ ഒരു വിഷയം. പ്രമീള അവളെ കൊച്ചിനെ പോലെയാണ്. എന്തിനല്ല നിങ്ങൾ ഒരുമാതിരി കുതിരിപ്പുണ്ടാക്കല്ലേ? ചന്ദ്രദിവസം വന്നല്ലേ. നീ ഇങ്ങോട്ട് പോന്നോ ചന്ദ്ര. അവിടെ കുഴിയുടെ കാര്യം എന്തായി? ബോഡി പെടും കേട്ടാ. വാക്കിലിട്ട് തീർന്നു നേരങ്ങളെ. നീ ഇങ്ങോട്ട് ചെന്നാണ്. എന്തൊരു പ്രശ്നം എന്തൊരു ഒന്നുമില്ലടേ. ഇവിടെ പ്രമീള വന്ന് വായിക്കിടാൻ സമയത്ത് നമ്മളെ ചന്തു വന്ന് ടിവിയുടെ സ്വിച്ച് വന്നിട്ട് പ്രമീള അപ്പോഴത്തെ ദേശത്തേക്ക് കൃഷ്ണനെ കുറിച്ച് വഴക്കം പറഞ്ഞു ഒരു അടിയും കെടുത്ത്. അത് കണ്ടിട്ട് നിങ്ങളെ ശംഖുമാമ പ്രമീള കയറി പള്ളു വിളിച്ച്. അപ്പൊ അവള് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും അല്ല, ഒന്നുമില്ല. നീ ഇങ്ങോട്ട് ചെന്നാണ് ചെല്ല് പോ. അല്ലണ്ണ ഒന്നുമില്ല. വിളിച്ചതിന് പ്രമീളേച്ചി കൊച്ചിനടിക്കണം എന്തായിരുന്നു? നീ പിള്ളേരെ പ്രശ്നത്തിൽ കൊണ്ട് തറയിടല്ലേ. നീ അങ്ങോട്ട് ചെല്ലേ. എടാ യതീന്ദ്ര, നീ വർത്തമാനം പറയുമ്പോ വാസ്തവം നോക്കി പറയണം. ഈ കൊച്ചിനെ നിന്റെ പെണ്ണമ്പളുടെ തല്ലിയതല്ല പ്രശ്നം. അത് കഴിഞ്ഞ് അവള് പറഞ്ഞ വർത്താനം നീ കേട്ടില്ലല്ലേ? എന്റെ ശങ്കുമാമ, അത് കള. ഇത് ഇത്ര വലുതാക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. കണ്ടാടാ ചന്ദ്ര, നമ്മളെ പോലല്ല. ഒരു പ്രശ്നം വന്ന യവന്മാരൊക്കെ ഒറ്റ കെട്ട. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിക്കേണ്ടടുത്തേ നിക്കാവൂ. നീ ആയാലും ശരി, നിന്റെ കൊച്ചായാലും ശരി. അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽ ജനിക്കണം. അതാ എവന്റെ ഭാര്യ നിന്റെ ഈ കൊച്ചിനോട് ചെയ്തത്. വേണ്ടാതിനെ പറഞ്ഞോണ്ടല്ലോ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ ആണുങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയാണ്ടല്ലോ. തുറപ്പെടുത്ത് മൂച്ചിലിട്ട് അടിച്ചു തരിഞ്ഞു. കാര്യമൊക്കെ ശരി, ആളെടുത്ത് നേരെ സംസാരിക്കാൻ അറിയണം. ശംഖുമാമൻ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. ആളുകളും കൂട്ടങ്ങളും പറയാനാണെങ്കിലേ നിങ്ങളുടെ ജാതിയിൽ മാത്രമല്ല ആളുകളുള്ളത്. നീ വല്ലാതെ കയറി ചൊറിയല്ലേ. സുനി, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലടാ, കുറച്ച് മാനേഴ്സ് കാണിച്ചൂടെ? ആണ്ടെ, ഈ കിടക്കണ ചത്ത ശവമാണ്. ഇതിനാണ് തീരുമാനം ഉണ്ടാക്കി എന്നെ പറഞ്ഞിട്ട് നിങ്ങൾ അടിയാപിടിയാ എന്തിനാണ് അയക്കോ. ഇനി ആരെ വേണ്ട വരെ വെട്ടി പുളക്കാൻ നോക്കിയിരിക്കണത്? ഇപ്പൊ ഇറങ്ങിക്കോളൂ എന്റെ കൂടെ. ഇങ്ങോട്ട് ഇറങ്ങായി. ചന്ദ്ര, ഈ അലവലാദികൾ പറഞ്ഞു കേട്ടിട്ട് ഇപ്പൊ ഇവരെ കൊണ്ട് ഈ മരിച്ച വീട്ടിൽ ഇറങ്ങി പോണത് എടപ്പഴത്തരവാന്ന് കേട്ടാ. ഈ വീട്ടിലെ ആ ടി വി ആണ് എന്റെ വീട്ടുകാർ മാത്രമല്ല, ഈ നാട്ടിലെ പല ജാതിക്കാരും ഇവിടെയാണ് വരണത്. അവരെ ഒന്നും വീട്ടിൽ ഇതുപോലെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വലിയ ആളായി. ചെവി പൂടാനുള്ള നായരായി. നിങ്ങളാ ടി വി ഉണ്ടല്ലേ, അത് നിങ്ങളും നിങ്ങളെ പെമ്പറന്ന് ഒരു ഉള്ളി കൊണ്ടിടക്കണം വിഷത്തിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് അവർ ഈ കൊച്ചിനെടുത്തിട്ട് അടിച്ചത്. ഇത്ര ആളുകളെ മുമ്പിൽ വെച്ചാ പൊടിക്കൊച്ചിനെ അടിച്ചാലും നിങ്ങൾക്ക് അതിലൊരു തെറ്റും കാണൂല. ചന്ദ്ര, നീ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടാ. നിനക്കറിയാലോ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നമ്മൾ എങ്ങനെയാണ് കഴിയണത്. ഇനി എന്തിനു നായരെ പഴയത് പറയണത്? നിങ്ങളൊക്കെ വലിയ ആളുകൾ. ആ കൊച്ചിനെ അറിഞ്ഞുകൂടാത്തോണ്ട് ആ ടി വിയിലെ സ്വിച്ച് ഒന്നിട്ട് അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റാത്ത നിങ്ങൾ വലിയ ആളുകൾ, നമ്മളൊക്കെ പാവപ്പെട്ടവര്. നീ ഇത്ര സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ല. നിനക്കറിയാല്ല, എവനെ കാണുന്നത് സ്വന്തം കൊച്ചിനെ പോലെയാണ്. അതുകൊണ്ട് അപ്പുറത്തെ ദേശത്തിന് അവളൊരു അടി കൊടുത്ത് കുറച്ച് വഴക്കം പറഞ്ഞു. ഈ ചെറിയ കാര്യത്തിനാണ് നീ. ചെറിയ കാര്യമോ? നിങ്ങൾക്കിത് ചെറിയ കാര്യമായിരിക്കും. കാര്യം ഇപ്പൊ പൈസ ജാതിയുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റൂല.
എതിയണ്ണാ, നിങ്ങളെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. ആ എന്നെയാണ് നിങ്ങൾ ചവിട്ടി തേച്ച് പുറത്തിറക്കി വിടുന്നത്. നിന്നെ പോലുള്ളവർക്ക് കാണാനും പെരുമാറാനുള്ള ടിവികളും വീടുകളും അല്ല ഇവിടെ ഉള്ളത്. ജാതി തുറന്ന് നോക്കി നീയൊക്കെ ജീവിച്ചോണം. നിങ്ങൾ മാമ ഇതിനിടയ്ക്ക് എന്തൊരു ജാതി വന്നു? പിന്നെ അല്ലാതെ ചന്ദ്ര, ഞാൻ പറയണ നീ ഒന്ന് കേള്. നിനക്കിപ്പൊ ബോധമില്ല. ഞാൻ തന്നിരിക്കുന്ന സാധനം നീ അടിച്ചിട്ടുള്ള കാര്യം എനിക്കറിയാം. അത് കഴിച്ചിട്ട് ഒരുമാതിരി ബോധമില്ലാതെ കാര്യശേഷിയില്ല സംസാരിക്കില്ല. നിങ്ങൾ ഇത് കുറെ കാലമായി പറഞ്ഞു നടക്കണല്ല. അപ്പൊ ഞാൻ കാര്യശേഷി ഇല്ലാത്തവൻ അല്ലേ? എന്നാ യതീന്ദ്ര, നീ കേട്ടോ, ആ ടിവിയുടെ പേരിലല്ലേ നീ എന്നെ എന്റെ കുടുംബത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അതിന്റെ പേരിലല്ലേ നിന്റെ ഭാര്യ എന്റെ ചന്തുവിനടിച്ച് ഊപ്പാട് വരുത്തിയത്? എണ്ണി വെച്ചോ യതീന്ദ്ര, ഇന്ന് മുതൽ ഒരാഴ്ചക്കകം ഇതിലും വലിയൊരു കളർ ടി വി ഞാൻ എന്റെ വീട്ടിൽ വാങ്ങിച്ചോണ്ട് വരും. നോയിക്കോ, ആ സമയത്ത് നിൽക്കുന്ന നാട്ടുകാർ മൊത്തം അങ്ങോട്ട് വരും. അപ്പം നിങ്ങൾ സമ്മതിക്കും ചന്ദ്രന്റെ കാര്യശേഷി. ബോഡി എടുത്താ വാസന്നാന്റെ ബോഡി എടുത്താ ചെന്ന് നോക്കട കളവാ കിടന്ന് മോങ്ങണം. അങ്ങോട്ട് വേ നടക്ക. ആളും തരുന്നാക്കാതെ തലേ കയറ്റി വെക്കരുത്. ഇതൊക്കെ എങ്ങനെ സാധിക്കണ? എടി പെണ്ണേ, നമ്മളിനി എവിടെ പോയി ടി വി കാണോടി? മരിപ്പ് വീട്ടില് ടി വി ഇട്ട് ആർക്കായാലും കലി വരും. പ്രമീള ചേച്ചി അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തരാ പറഞ്ഞു? അവരുടെ സ്ഥാനത്ത് നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തന്നെ അവിടെ അണ്ണൻ അത്രയും ബഹളം ഉണ്ടാക്കണ വല്ല കാര്യം ഉണ്ടായിരുന്ന? അവൻ ഈ കളർ ടി വി എവിടെ നിന്ന് എടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്? അവൻ്റെ ഒരു മാസത്തെ ശമ്പളം തികയില്ല അവിടെ ഇരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിക്കാൻ. ഇനി ഈ വീട്ടിൽ നിന്ന് പ്രമള ചേച്ചി എന്ന് പറഞ്ഞ് വൈകുന്നേരം ആവുമ്പോ അങ്ങനെ ഇറങ്ങിയാണ്ടല്ലേ? ഇനി അവളെ മണ്ടയിലോട്ട് കറിക്കാം. അല്ലട ചന്ദ്ര, നിനക്ക് എന്തരിന്റെ കേടായിരുന്നു? ഇത്തിരി പോരെയുള്ള ഈ നരന്തിന്റെ പേരും പറഞ്ഞ് വല്ല കാര്യമുള്ള കാര്യത്തിനായിരുന്ന ഓരോ കൃത്രിമങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ചൂപ്പിക്കൊണ്ടിരിക്കണ്ടില്ലേ? അല്ലെങ്കിലും കൊച്ചുങ്ങൾ നിൽക്കാൻ അവളടുത്ത് നിൽക്കണം. അല്ലാതെ ഈ കൊച്ചിന് ആ സമയത്ത് ആ ടി വിക്കാർ പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ ഔത്തുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സ്വജാതി അല്ലെങ്കിൽ കൂടപ്പുറപ്പുള്ള പോലെ ആയിരുന്നല്ലേ? അത് നശിപ്പിച്ചപ്പോ അവന് സമാനായി. കാര്യങ്ങൾ നടത്താൻ അവിടെ ഞാൻ ഉണ്ട്. എന്നെ കൊണ്ടുള്ള കാര്യങ്ങൾ മതി ഈ വീട്ടില്. എന്നെ ഈ ചെറുക്കനെ ഈ കണ്ട ആളുകളെ മുമ്പിൽ വെച്ച് നാണം കടത്തിയവരായിട്ട് ഇനി ഈ വീട്ടിൽ ഒരാൾ സഹകരിക്കണം എനിക്ക് ഇഷ്ടമല്ല. നീ ആ ചെറുക്കനെ കൊണ്ട് പിടിച്ചാ മുട്ടാൻ പിള്ളേ പിടിച്ചാണ് അവന്റെ ഒരു ന്യായം പറഞ്ഞത്. എടാ ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് മോശമായി പോയി. അവിടെ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ തീർക്കണായിരുന്നു. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ മാനം കെടുത്തല്ലായിരുന്നു. അല്ലെങ്കിൽ ജാതി മതം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കില്ല. ശംഖു അവന് പണ്ടേ ഉള്ള. അത് ശരി, ഇപ്പൊ ഞാൻ കുറ്റക്കാരായി. ഈ കൊച്ചിനെ നാണം കെടുത്തേ ചോദിച്ച ഞാൻ ഇപ്പൊ കുറ്റക്കാരെ. അതാണ് എനിക്ക് വീട്ടിലുള്ള വില. നിന്റെ ഈ എടുത്തിയായിട്ട് നിന്നെയും കൊണ്ടേ പോവുള്ളൂ. അത് മറക്കണ്ട, നീ നോക്കിക്കോ. മാമ, ഞാൻ ഇന്ന് വൈകുന്നേരം പ്രമീളാമിയുടെ വീട്ടിൽ ടി വി കാണാൻ പോവട്ടാ? അയ്യോ, ഓടി വന്നേ അമ്മ, അമ്മ ഓടി വന്നേ, എന്നെ കൊല്ലാൻ പോണേ.